സംഖ്യ അധ്യായം 30. മോശ ഇസ്രായേൽ ജനത്തിൻ്റെ ഗോത്രത്തലവന്മാരോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, ആരെങ്കിലും കർത്താവിന് നേർച്ച നേരുകയോ ശപഥം ചെയ്ത് തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തൻ്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണം. ഏതെങ്കിലും യുവതി പിതൃഗ്രഹത്തിൽ വെച്ച് കർത്താവിന് നേർച്ച നേരുകയും ശപഥത്താൽ തന്നെ കടപ്പെടുത്തുകയും ചെയ്തിട്ട് അവളുടെ നേർച്ചയെയും തന്നെ കടപ്പെടുത്തിയ ശപഥത്തെയും കുറിച്ച് കേൾക്കുമ്പോൾ പിതാവ് അവളോടൊന്നും പറയുന്നില്ലെങ്കിൽ അവളുടെ എല്ലാ നേർച്ചകളും ശപഥത്തിൻ്റെ കടപ്പാടും സാധുവായിരിക്കും. എന്നാൽ പിതാവ് അതിനെക്കുറിച്ച് കേൾക്കുന്ന ദിവസം തന്നെ വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവളുടെ എല്ലാ നേർച്ചകളും ശപഥത്തിൻ്റെ കടപ്പാടും അസാധുവാകും. പിതാവ് വിലക്കിയതുകൊണ്ട് കർത്താവ് അവളോട് ക്ഷമിക്കും. നേർച്ചയോ ചിന്തിക്കാതെ ചെയ്ത തന്നെ കടപ്പെടുത്തുന്ന ശപഥമോ ഉള്ള സ്ത്രീ വിവാഹിതയാവുകയും അവളുടെ ഭർത്താവ് അത് കേട്ട ദിവസം ഒന്നും പറയാതിരിക്കുകയും ചെയ്താൽ അവളുടെ നേർച്ചകളും ശപഥത്തിൻ്റെ കടപ്പാടും സാധുവായിരിക്കും. എന്നാൽ അവളുടെ ഭർത്താവ് അത് കേട്ട ദിവസം വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവളുടെ നേർച്ചയും വിചാരശൂന്യമായ ശപഥത്തിൻ്റെ കടപ്പാടും അവൻ അസാധുവാക്കുന്നു. കർത്താവ് അവളോട് ക്ഷമിക്കും. എന്നാൽ വിധവയോ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയോ നേരുന്ന ഏതൊരു നേർച്ചയും ശപഥത്തിൻ്റെ കടപ്പാടും അവൾക്ക് ബാധകമായിരിക്കും. ഏതെങ്കിലും സ്ത്രീ ഭർതൃഗ്രഹത്തിൽ വെച്ച് നേർച്ച നേരുകയോ ശപഥത്താൽ തന്നെ കടപ്പെടുത്തുകയോ ചെയ്യുകയും അവളുടെ ഭർത്താവ് അത് കേൾക്കുമ്പോൾ വിലക്കാതിരിക്കുകയും ചെയ്താൽ അവളുടെ നേർച്ചകളും ശപഥത്തിൻ്റെ കടപ്പാടും സാധുവായിരിക്കും. എന്നാൽ അവളുടെ ഭർത്താവ് അത് കേൾക്കുന്ന ദിവസം അവയെ അസാധുവാക്കിയാൽ അവളുടെ നേർച്ചയും ശപഥത്തിൻ്റെ കടപ്പാടും പ്രാബല്യമില്ലാത്തതാകും. അവളുടെ ഭർത്താവ് അവയെ അസാധുവാക്കിയിരിക്കുന്നു. കർത്താവ് അവളോട് ക്ഷമിക്കും. ഏത് നേർച്ചയും ശപഥത്തിൻ്റെ കടപ്പാടും ഒരുവരുടെ ഭർത്താവിന് സാധുവോ അസാധുവോ ആക്കാം. എന്നാൽ അവളുടെ ഭർത്താവ് അത് കേട്ടിട്ട് ഒന്നും പറയുന്നില്ലെങ്കിൽ അവളുടെ എല്ലാ നേർച്ചകളും ശപഥങ്ങളും അവൻ സ്ഥിരപ്പെടുത്തുന്നു. അവൻ വിലക്കാത്തതുകൊണ്ട് അവ സ്ഥിരപ്പെട്ടിരിക്കുന്നു. എന്നാൽ അത് കേട്ടിട്ട് കുറേ നാൾ കഴിഞ്ഞ ശേഷം നിരോധിച്ചാൽ അവൻ അവളുടെ കുറ്റം ഏറ്റെടുക്കണം. ഭർത്താവും ഭാര്യയും പിതാവും പിതൃഗ്രഹത്തിൽ വസിക്കുന്ന കന്യകയും പാലിക്കണമെന്ന് മോശ വഴി കർത്താവ് കൽപ്പിച്ച നിയമങ്ങൾ ഇവയാണ്. Chapter 30. Moses then gave the Israelites these instructions just as the Lord had ordered him. Moses said to the heads of the Israelite tribes, "This is what the Lord has commanded. When a man makes a vow to the Lord or binds himself under oath to a pledge of abstinence, he shall not violate his word, but must fulfill exactly the promise he has uttered. When a woman, while still a maiden in her father's house, makes a vow to the Lord or binds herself to a pledge, if her father learns of her vow or the pledge to which she bound herself, and says nothing to her about it, then any vow or any pledge she has made remains valid. But if on the day he learns of it her father expresses to her his disapproval, then any vow or any pledge she has made becomes null and void, and the Lord releases her from it, since her father has expressed to her his disapproval. If she marries while under a vow or under a rash pledge to which she bound herself, and her husband learns of it, yet says nothing to her that day about it, then the vow or pledge she had made remains valid. But if on the day he learns of it her husband expresses to her his disapproval, he thereby annuls the vow she had made or the rash pledge to which she had bound herself, and the Lord releases her from it. The vow of a widow or of a divorced woman, or any pledge to which such a woman binds herself, is valid. If it is in her husband's house that she makes a vow or binds herself under oath to a pledge, and her husband learns of it, yet says nothing to express to her his disapproval, then any vow or any pledge she has made remains valid. But if on the day he learns of them her husband annuls them,
then whatever she has expressly promised in her vow or in her pledge becomes null and void. Since her husband has annulled them, the Lord releases her from them. Any vow or any pledge that she makes under oath to mortify herself, her husband can either allow to remain valid or render null and void. But if her husband day after day says nothing at all to her about them, he thereby allows as valid any vow or any pledge she has made. He has allowed them to remain valid, because on the day he learned of them he said nothing to her about them. If, however, he countermands them some time after he first learned of them, he is responsible for her guilt. These are the statutes which the Lord prescribed through Moses concerning the relationship between a husband and his wife, as well as between a father and his daughter while she is still a maiden in her father's house.